ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഈ അടുത്തിടെ നയതന്ത്ര ബന്ധങ്ങളിലുള്ള ഉലച്ചിൽ കാരണം നമ്മുടെ ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു രാജ്യമാണ് കാനഡ. കാനഡയും അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും. കാനഡ രാഷ്ട്രീയത്തിന്റെ പ്രതിസന്ധി മൂലം സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടമായതും ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 9 വർഷമായി തുടർച്ചയായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അതോടൊപ്പം തന്നെ തന്റെ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്നാമ്പുറ രാഷ്ട്രീയ കഥ ഒന്ന് നമുക്ക് ചെറുതായി നോക്കാം. കാരണം നമ്മുടെ ഇന്ത്യക്കാർ കുടിയേറാൻ ആഗ്രഹിക്കുന്നതും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പോകുന്നതുമായ കാനഡയെ സംബന്ധിച്ച് അറിയുവാൻ നമ്മുടെ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ജനനം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു. കാരണം 1971 അദ്ദേഹത്തിന്റെ ജനനം. ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോയാണ് ആ സമയം കാനഡയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നത്. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ യൂത്ത് വിംഗ് നേതാവുമായും തിളങ്ങി. 2008 മുതൽ അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിലുണ്ട്. 2008 അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു ജയിച്ചു. പക്ഷേ തന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ട്രൂഡോയുടെ പിതാവ് 15 വർഷക്കാലം കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം ജനിച്ചത് തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ വസതിയിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരിച്ചെത്തി എന്നുമുള്ളതും ഒരു പ്രത്യേകതയാണ്. രാഷ്ട്രീയത്തിൽ നന്നായി തിളങ്ങിയതും ജസ്റ്റിൻ ട്രൂഡോ തകർന്നു കിടന്ന തന്റെ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം രാജിവെച്ചതിനു ശേഷമുള്ള കനേഡിയൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ ജസ്റ്റിൻ ട്രൂഡോയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് റിപ്പോർട്ടിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് റിപ്പോർട്ടിൽ പറയുന്നത്, നെഗറ്റീവ് റിപ്പോർട്ടിൽ പിന്നെ വേറെയും പറയുന്നുണ്ട്. അതെന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് റിപ്പോർട്ടിൽ പറയുന്നത്, തകർന്നു കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയായ ലിബറൽ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു എന്നുള്ളതാണ് പോസിറ്റീവായ വാർത്തകൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ കാനഡയുടെ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാനഡയുടെ പ്രധാനമന്ത്രിയായത്. കോവിഡ് എന്ന രോഗത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ലോകരാഷ്ട്രങ്ങളുടെ, ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ അംഗീകാരം ലഭിച്ച ഒരു രാജ്യമാണ് കാനഡ. ഏകദേശം 16 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ടെന്നാണ് കാനഡയുടെ ഇന്ത്യൻ വംശജരെ പറ്റിയുള്ള കണക്കുകൾ. ഏകദേശം 16 ലക്ഷം, അതിൽ കൂടാനും സാധ്യതയുണ്ട് ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ അടുത്തിടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മോശമായതും ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ തിരികെ വിളിച്ചതുമൊക്കെ വലിയ സംഭവമായിരുന്നു. പിന്നീട് അതെല്ലാം പുനഃസ്ഥാപിച്ചു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തെ അമേരിക്കയിൽ പോയി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എങ്കിലും അത് അത്ര കണ്ട് ഗുണം ചെയ്തില്ല എന്നാണ് വ്യക്തമാവുന്നത്. സ്വന്തം പാർട്ടിയുടെ പിന്തുണ നഷ്ടമായതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് ഇപ്പോഴെത്തി നിൽക്കുന്നത്. ഏതായാലും 4 മാസം അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയായി തുടരും. അവരുടെ പ്രോസസ് അനുസരിച്ച് അപ്പോഴേക്കേ പുതിയ നേതാവ് എത്തുകയുള്ളൂ. വിഷയത്തിന്റെ കൂടുതൽ വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വിഷയം തന്നെ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാൻ സാധിക്കുമെന്ന്, അപ്പോഴേക്കും കൂടുതൽ വിശകലനങ്ങൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. നമസ്കാരം.